ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 13 അംഗചരിതം, അംഗരാജാവിൻ്റെ ചരിതത്തെക്കുറിച്ചും അതിന് ശേഷം ഉള്ള പൃഥു ചക്രവർത്തി ഉണ്ടാകുന്നതിനെക്കുറിച്ചും വേനൻ എന്ന ദുഷ്ടരാജാവിനെക്കുറിച്ചുമൊക്കെയാണ് നമുക്കിന്ന് പ്രതിപാദിക്കുവാനുള്ളത്. നമ്മുടെ ഭാഗവതത്തിൽ ധാരാളം ശ്രേഷ്ഠരായിട്ടുള്ള രാജാക്കന്മാരുടെയും രാജവംശത്തെയും ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഒക്കെ വർണ്ണിക്കുന്നതിനോടൊപ്പം തന്നെ അന്ന് ജീവിച്ചിരുന്ന മാനവരാശിക്ക് വളരെയധികം ദുരിതമുണ്ടാക്കി വെക്കുന്ന ദുഷ്ടരായ രാജാക്കന്മാരെയും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവരെ എങ്ങനെയാണ് അന്ന് ജീവിച്ചിരുന്ന ഋഷിമാർ ഇല്ലാതെയാക്കിയതെന്നും ഒക്കെ നമുക്ക് വളരെ വിശദമായി ഭാഗവതത്തിൻ്റെ 79ാമത്തെ ഭാഗമായ ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം. നാരദ മഹർഷി ഭഗവാന്റെ ആരാധനാ പദ്ധതിയായ നാരദ പഞ്ചരാത്രം എന്ന ക്രിയാമാർഗം ഉപദേശിച്ചവനാണ്. ഈ നാരദ മഹർഷിയാണ് സർവേശ്വരനായ ഭഗവാനെ, യജ്ഞസ്വരൂപനായ ആ ഭഗവാനെ ആ സ്വരൂപത്തിൽ തന്നെ നിഷ്ഠയോടുകൂടി പ്രാർത്ഥിച്ച ആരാധിച്ച പ്രചേതസ്സുകളുടെ സഭയിലെത്തി ധ്രുവചരിതം അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രചേതസ്സുകൾ ആരാണെന്നുള്ള മൈത്രേയ മഹർഷിയുടെ ചോദ്യമാണ്, മൈത്രേയ മഹർഷിയോട് വിതുരർ ചോദിക്കുന്നതാണ് ഇനിയുള്ള ഭാഗം. അപ്പോൾ ആ പ്രചേതസ്സുകളുടെ സദസ്സിലാണ് നാരദ മഹർഷി സർവേശ്വരനായ ഭഗവാനെ ആരാധിക്കുന്ന പ്രചേതസ്സുകളുടെ ആ സദസ്സിൽ ധ്രുവന്റെ ചരിതത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ധ്രുവ നക്ഷത്രമായി ധ്രുവലോകത്തേക്ക് എത്തിയ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം വരെയും വിവരിച്ചിരുന്നത്. ഇനിയും ആ ധ്രുവന്റെ പരമ്പരകളെക്കുറിച്ചും അതിലൂടെ പ്രചേതസ്സുകൾ ആരായിരുന്നുവെന്നും അവരെക്കുറിച്ചുള്ള വിവരണങ്ങളുമാണ് മൈത്രേയ മഹർഷിയോട് വിതുരർ ചോദിക്കുന്നത്. ധ്രുവ നക്ഷത്രമായി മാറി ധ്രുവ ദേശത്തേക്ക് എത്തിയതിന് ശേഷം ആ വംശത്തിൽ, ധ്രുവന്റെ വംശത്തിൽ തന്നെ ജനിച്ചവരായിരുന്നു പ്രചേതസ്സുകൾ. ധ്രുവന്റെ മൂത്ത പുത്രനായിരുന്നു ഉൽക്കലൻ. ധ്രുവന് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിശദീകരിച്ചിരുന്നു. ധ്രുവന്റെ ഒരു ഭാര്യയായിരുന്നു ഭ്രമിയുടെ മക്കളായിരുന്നു വത്സരനും കൽപ്പനും. അതുപോലെ വായുദേവന്റെ മകളായ ഇളയെയും ധ്രുവൻ വിവാഹം കഴിച്ചിരുന്നു. അതിലുണ്ടായ മകനാണ് ഉൽക്കലൻ. അപ്പോൾ ഈ ഉൽക്കലൻ എന്ന മകനാണ് മൂത്ത മകൻ. അദ്ദേഹത്തിന് രാജ്യഭാരം ഏൽപ്പിക്കുകയാണ് ധ്രുവൻ ചെയ്തത്. എന്നാൽ ജന്മനാ ശാന്തനും നിസ്സംഗനും എല്ലാറ്റിനെയും സമമായി കാണുന്നവനുമായിരുന്നു ഉൽക്കലൻ. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആത്മതത്വത്തെ മുഴുവൻ തൻ്റെ ആത്മാവായി കാണുന്ന ആ ഉൽക്കലന് രാജ്യകാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം നിസ്സംഗഭാവത്തിലെല്ലാം കാണുന്ന ആ ആത്മജ്ഞാനി രാജ്യം ഭരിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ക്ഷത്രിയന്റെ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ ഇല്ലാതെ ഇരുന്ന അവസരത്തിൽ ഒരു കെട്ടടങ്ങിയ അഗ്നിയെപ്പോലെ, ചാരമായി തീർന്ന അഗ്നിയെപ്പോലെയാണ് ജനങ്ങൾ അദ്ദേഹത്തിനെ കണ്ടത്. ശ്രേഷ്ഠനായ ധ്രുവന്റെ മകനായിട്ടും ആ ഒരു ക്ഷാത്ര തേജസ്സൊന്നും കാണാതെ നിസ്സംഗനായി ഒരാത്മജ്ഞാനിയായി രാജ്യം ഭരിക്കുന്ന ഉൽക്കലനെ ഒരു ജഡനായും ഭ്രാന്തനായും ധരിച്ച മന്ത്രിമാർ ഭ്രമിയുടെ പുത്രനായ വത്സരനെ രാജാവായി വാഴിച്ചു. അങ്ങനെ വത്സരന്റെ ഭാര്യ സ്വർവീഥി എന്ന് പറയുന്ന ആ
ഭാര്യയിൽ പുഷ്പാർണൻ, തിഗ്മകേതു, ഇഷൻ, ഊർജൻ, വസു, ജയൻ എന്നിങ്ങനെ 6 പുത്രന്മാർ അവർക്കുണ്ടായി. അതായത് ധ്രുവന്റെ ചെറുമക്കളാണ്. അതിനുശേഷം ആ പരമ്പര തുടർന്നു വരികയും അവസാനം ശ്രീനാരായണന്റെ അംശ അവതാരമായി ആ പരമ്പരയിൽ തന്നെ പൃഥു രാജാവ്, അതാണ് ഭൂമി ഭരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ആദ്യത്തെ രാജാവാണ് പൃഥു. ആ രാജാവ് ഉണ്ടാകുന്നതും ഈ ധ്രുവന്റെ പരമ്പരയിൽ നിന്നാണ്. അതിന് കാരണമായി ഭവിക്കുന്നത് ഉൽമൂകൻ എന്ന് പറയുന്ന ആ പരമ്പരയിലെ അതായത് ധ്രുവന്റെ പരമ്പരയിലെ ഉൽമൂകൻ എന്ന ആളിന് പുഷ്കരണി എന്ന പത്നിയിൽ അങ്കൻ, സുമനസ്, ഖ്യാതി, ക്ഋതു, അങ്കിരിസ്, ഗയൻ എന്നിങ്ങനെ 6 പുത്രന്മാർ ജനിച്ചു. അങ്കന്റെ ഭാര്യയായ സുനീത വളരെ ക്രൂരനായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവന്റെ ദുസ്വഭാവം സഹിക്കാൻ വയ്യാതെ അങ്കൻ വിരക്തനായി വനത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. വേനനെ, ആ കുട്ടിയുടെ പേരാണ് വേനൻ, വേനനെ മഹർഷിമാർ ശപിക്കുകയും അങ്ങനെ കൊല്ലുകയും ചെയ്യുകയാണ് പിന്നെ ചെയ്യുന്നത്. അങ്ങനെ രാജ്യം അരാജകമായി തീരുമ്പോൾ മഹർഷിമാർ വേനന്റെ കൈകളെ കടഞ്ഞെടുത്തു. അതിൽ നിന്ന് ഭഗവാൻ ശ്രീ നാരായണന്റെ അംശമായ ആദി രാജാവായ പൃഥു രാജാവ് ഉണ്ടായി. അപ്പോൾ ഈ വേനൻ എന്ന് പറയുന്ന കുട്ടി ഇത്രയും ശ്രേഷ്ഠമായ ധ്രുവന്റെ ആ ഒരു പരമ്പരയിൽ എങ്ങനെയുണ്ടായി എന്ന് വിദുരർക്കൊരു സംശയം തോന്നുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മൈത്രേയ മഹർഷി പറയുകയാണ്, ഈ സുനീത എന്ന പത്നിക്ക് ഉണ്ടായത് അധർമ്മത്തിൽ നിന്നുണ്ടായ മൃത്യുദേവന്റെ മകളാണ് ഈ സുനീത. ആ സുനീതയ്ക്കുണ്ടായ മകൻ അമ്മയുടെ അച്ഛനായ മൃത്യുദേവന്റെ സ്വഭാവമായ ക്രൂരതയോടുകൂടി ജനിച്ചവനായിരുന്നു. അപ്പോൾ ആ മുത്തശ്ശന്റെ ക്രൂരമായ സ്വഭാവത്തോടുകൂടിയായിരുന്നു സുനീത എന്ന അമ്മയിൽ നിന്നും അങ്കന്റെ ഭാര്യയാണ് സുനീത. ആ അംഗരാജാവിന്റെ ഭാര്യയായ സുനീതയുടെ മുത്തശ്ശനായിരുന്ന അധർമ്മത്തിൽ നിന്നുണ്ടായ ഒരു മകളാണ് ഈ സുനീത. ആ സുനീതയുടെ മകൻ ആയ ആ ചെറുമകനും അതേ മുത്തശ്ശനെ പോലെ തന്നെ മൃത്യുദേവന്റെ ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബാല്യത്തിൽ തന്നെ ഈ കുട്ടി, അങ്കന്റെ മകനായ ഈ കുട്ടി വില്ലും ശരങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് കാട്ടിൽ പോയി പാവപ്പെട്ട മൃഗങ്ങളെല്ലാം കൊല്ലാൻ തുടങ്ങി. അത് കണ്ടിട്ട് ജനങ്ങൾ ആ രാജകുമാരനെ വേനൻ എന്ന് പേർ വിളിച്ചു. വേനൻ എന്ന വാക്കിനർത്ഥം ക്രൂരൻ എന്നാണ്. ഒരുമിച്ച് കളിക്കുന്ന കുഞ്ഞുങ്ങളെയും സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളെയൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു ഈ വേനന്റെ, അതായത് ക്രൂരനായ ഈ കുട്ടിയുടെ ഇഷ്ടവിനോദം. പലവിധ ദുഷ്ടപ്രവൃത്തികളും ചെയ്യുന്ന മകനെ രാജാവ് ഉപദേശിച്ചു നോക്കി, ശാസിച്ചു നോക്കി, ശിക്ഷിച്ചു നോക്കി. വേനന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല. അതോടെ അംഗരാജാവ് വിഷണ്ണനായി തീർന്നു. ഒരു രാത്രിയിൽ തീരെ ഉറക്കം ഇല്ലാതെ കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹം സ്വയം പറയുകയാണ്, പുത്രന്മാരില്ലാത്ത ഗൃഹസ്ഥന്മാരാണ് ഭാഗ്യവാന്മാർ. അവർ ഭഗവാനെ ആരാധിച്ചവരാണ്. അതിനാൽ ദുഷ്പുത്രന്മാരിൽ നിന്നുള്ള ദുഃഖം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. പുത്രൻ ദുഷ്ടനായാൽ തീർത്താൽ തീരാത്ത ദുഷ്കീർത്തി ഉണ്ടാവും. അധർമ്മം ബാധിക്കും. എല്ലാവരും വിരോധികളായി മാറും. എപ്പോഴും മനോവേദന അനുഭവിക്കേണ്ടി വരും. പുത്രനോടുള്ള സ്നേഹം അഭിമാനത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുത്രൻ ദുഷ്ടനായാൽ ജീവിതം ദുസ്സഹമായി തീരും. ബന്ധത്തെയും ദുഃഖത്തെയും തരുന്ന പുത്രനെ വിവേകിയായ ആരാണ് ആഗ്രഹിക്കുക? ഒരു കണക്കിന് നോക്കുമ്പോൾ പുത്രൻ ദുഷ്ടനായത് നന്നായി. നല്ലവനാണെങ്കിൽ അവനിൽ സ്നേഹബന്ധം വളരുകയല്ലേ ഉള്ളൂ.
പുത്രൻ ചീത്തയായതിനാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ വളരെ വേഗം വൈരാഗ്യം വരും. ഇങ്ങനെയൊക്കെ ആലോചിച്ച ഈ അംഗരാജാവ് വിരക്തനായി തീരുകയും ആ അർദ്ധരാത്രി സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് ആരും അറിയാതെ രാജ്ഞിയെയും രാജ്യത്തെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കോ പുറപ്പെട്ടു പോയി, ഈ മകന്റെ ചീത്ത സ്വഭാവം കാരണം. ഈ വിവരമറിഞ്ഞ മന്ത്രിമാരും സുഹൃത്തുക്കളും പുരോഹിതന്മാരും അദ്ദേഹത്തെ പല ദിക്കിലും അന്വേഷിച്ചു. എങ്ങും കാണാതെ നിരാശരായി അവർ മടങ്ങി. രാജാവിനെ കണ്ടുകിട്ടിയില്ല എന്ന വിവരം മഹർഷിമാരെയൊക്കെ അറിയിച്ചു. രക്ഷിക്കാൻ രാജാവില്ലെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിത്തീരും? രാജ്യം വളരെ മൃഗപ്രായന്മാരായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, മൃഗപ്രായരായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുകയും കള്ളന്മാരും ദുഷ്ടന്മാരും തലപൊക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രജകൾക്ക് അടുത്ത രാജാവായിട്ട് തന്റെ മകനായ, ഈ അംഗരാജാവിന്റെ മകനായ വേനനെ രാജാവാക്കുവാൻ വേണ്ടി തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അവൻ മഹാദുഷ്ടനായിരുന്നു. അവന്റെ ദുഷ്ടതരം കൊണ്ടാണ് പിതാവ് അവനെ ഉപേക്ഷിച്ച് പോയത് തന്നെ, ആ രാജ്യം തന്നെ ഉപേക്ഷിച്ച് വൈരാഗിയായി പോയത്. അപ്പോൾ ആ മകനെ രാജാവാക്കുക എന്നത് പ്രജകൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എന്നാലും രാജാവില്ലാതെ അനാഥമായി കിടക്കുന്ന രാജ്യത്ത് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും എല്ലാം വർദ്ധിക്കുകയും ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാകുകയും ചെയ്യും എന്ന് ഭയന്ന് വേനനെ തന്നെ മഹർഷിമാർ രാജാവായി വാഴിച്ചു. രാജാവായി തീർന്നപ്പോൾ കൂടുതൽ ഗർഭിഷ്ഠനായി മഹാത്മാക്കളെ പോലും അപമാനിക്കുവാൻ തുടങ്ങി. അവർ നിയന്ത്രണം വിട്ട മതയാനെ പോലെ ദിക്കുകളെ വിറപ്പിച്ചുകൊണ്ട് വേനൻ തേരിൽ സഞ്ചരിച്ചു. ബ്രാഹ്മണരോട് വേനൻ പറയുകയാണ്, അല്ലേ ബ്രാഹ്മണരെ, നിങ്ങൾ ഒരിക്കലും യാഗം ചെയ്യരുത്, ദാനം ചെയ്യരുത്, ഹോമം ചെയ്യരുത് എന്ന് പെരുമ്പറ അടിച്ച് എല്ലാ ദിക്കിലും അറിയിച്ചു. അങ്ങനെ രാജ്യത്തെ ധർമ്മത്തെ നിശേഷം മുടക്കുകയാണ് വേനൻ ചെയ്തത്. ഈ ദുസ്വഭാവിയായ വേനന്റെ പ്രവൃത്തികളെപ്പറ്റി മഹർഷിമാർ പല ദിക്കുകളിലും കൂടി ചേർന്നിരുന്ന് സംസാരിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്തു. തീക്കൊള്ളിയുടെ രണ്ടറ്റം പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ധർമ്മത്തെ നിഷേധിക്കുന്ന രാജാവും മറുവശത്ത് കൊള്ളയടിക്കാൻ ലാക്കു നോക്കി നടക്കുന്ന കള്ളന്മാരും. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട് ഈ മഹർഷിമാർക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അവർ വളരെ സ്നേഹത്തോടുകൂടി കോപമൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് മഹർഷിമാർ വേനനെ സമീപിച്ചിട്ട് നല്ല വാക്കുകളിൽ അനുനയിപ്പിച്ചു. രാജാവേ, ഞങ്ങൾ പറയുന്നത് അങ്ങ് ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങയുടെ ആയുസ്സും സമ്പത്തും ബലവും കീർത്തിയും വർദ്ധിക്കുവാനുള്ള ഉപദേശമാണ് ഞങ്ങൾ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജ്യത്ത് ധർമ്മം നിലനിർത്തേണ്ടതിന്റെ ആവശ്യങ്ങളൊക്കെ ഈ മഹർഷിമാർ, രാജാവായി വേനനെ നിയോഗിച്ച മഹർഷിമാർ തന്നെ അദ്ദേഹത്തിനോട് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം അത് കേട്ടിട്ട് അവരെ ആക്ഷേപിക്കും. അധർമ്മത്തെ ധർമ്മമായി കാണുന്ന നിങ്ങൾ ഇത്ര വിവരം കെട്ടവരായി തീർന്നല്ലോ എന്ന് മുനിമാരോട് ആക്ഷേപം പറയുകയും ചിലവിന് തന്ന് രക്ഷിക്കുന്ന ഭർത്താവിനെ വഞ്ചിച്ചിട്ട് ജാരന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകളെ പോലെ നീചന്മാരാണ് നിങ്ങളെന്ന് കയർത്തു. രാജാവിന്റെ സ്വരൂപത്തിൽ വിളങ്ങുന്ന ഈശ്വരനാണ് ഞാൻ, എന്നെ ആരാധിക്കൂ മഹർഷിമാരെ എന്നൊക്കെ ഇങ്ങനെ വളരെ ഗർവോടുകൂടി പറഞ്ഞപ്പോൾ മഹർഷിമാർക്കത് സഹിച്ചില്ല. പാപിയും പരമദുഷ്ടനുമായ ഇവനെ വേഗം കൊല്ലുവിൻ, ഇവൻ ജീവനോടെ ഇരുന്നാൽ ജനങ്ങളെ അധർമ്മികളാക്കി തീർക്കും, ലോകത്തിന് മുഴുവൻ നാശമായി മാറും. യജ്ഞപതിയായ ഭഗവാനെ ലജ്ജയില്ലാതെ നിന്ദിക്കുകയാണ് ഇവൻ ചെയ്യുന്നത്. ഇവൻ രാജസിംഹാസനത്തിൽ ഇരിക്കുവാൻ അർഹനല്ല. ഇത്രയും ഐശ്വര്യം സിദ്ധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. എന്നിട്ടും നന്ദിയില്ലാതെ ഇവനൊഴികെ ആരാണ് ഭഗവാനെ നിരസിക്കുക? ഇങ്ങനെ പറഞ്ഞ് കോപിഷ്ഠരായ ഋഷികൾ ഒരു ഹുങ്കാരനാദം മുഴക്കി. ഭഗവാനെ നിന്ദിച്ച പാപം കൊണ്ട് ഹതനായ വേനൻ ഈ ഹുങ്കാര ശബ്ദം കേട്ടതോടുകൂടി വീണു മരിച്ചു. ഋഷികൾ അവരവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഈ വേനന്റെ അമ്മയായ സുനീത, അച്ഛനായിരുന്നു അംഗരാജാവ്, അമ്മയായ സുനീത വേനന്റെ ശരീരം കേടുവരാതെ മന്ത്രസിദ്ധി കൊണ്ട് സൂക്ഷിച്ചു. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്കും
മുനിമാർ സരസ്വതി നദിയിൽ സ്നാനം കഴിഞ്ഞ്, അതായത് ഒരു ഭൃഗു മഹർഷിയാണ് പ്രധാനമായിട്ട്, സരസ്വതി നദിയിൽ സ്നാനം കഴിഞ്ഞ് അഗ്നിഹോമം ചെയ്ത ശേഷം ഭഗവത് കഥകൾ കീർത്തിക്കുകയായിരുന്നു. ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കി തീർക്കുന്ന ദുർനിമിത്തങ്ങൾ പലതും മഹർഷിമാർ അപ്പോൾ കണ്ടു. അനാഥരായ പ്രജകൾക്ക് കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം, നാലാഭാഗത്തും പാഞ്ഞു നടന്ന് കൊള്ളയിടിക്കുന്ന കള്ളന്മാരുടെ കാൽപ്പൊടികൾ കൊണ്ട് ദിക്കുകളെല്ലാം ഇരുളടഞ്ഞതായി തീർന്നു. ഗ്രാമങ്ങളിൽ കള്ളന്മാർ നിറഞ്ഞു. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ രാജാവില്ലല്ലോ. ധർമ്മം ആചരിക്കുവാനും പ്രേരിപ്പിക്കുവാനും അധർമ്മികളെ ശിക്ഷിക്കുവാനും ആരുമില്ല. ഇങ്ങനെ രാജ്യം മുഴുവൻ താറുമാറായി കിടക്കുന്നത് കണ്ട മുനിമാർ പ്രജകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ കണ്ടു. എങ്കിലും കള്ളന്മാരെ ഋഷികൾ തടഞ്ഞില്ല. അതിനവർക്ക് അധികാരമില്ല. ക്ഷത്രിയന്മാരാണ് കള്ളന്മാരെ തടയേണ്ടത്. അപ്പോൾ ക്ഷത്രിയ വംശത്തിൽ അവിടെ രാജാവായി ആരും വാഴുവാനില്ലാത്ത അവസ്ഥയാണ്. ഈ വംശത്തിലെ രാജാക്കന്മാർ ഭഗവാനെ ആശ്രയിച്ചവരും വീര്യശാലികളുമായിരുന്നു. അതായത് ധ്രുവന്റെ വംശമാണിത്. ആ ധ്രുവന്റെ വംശത്തിൽ നിന്ന് പരമ്പരയായി വന്ന് അവസാനം അങ്കനും സുനീതിക്കുമുണ്ടായ മകനാണ് വേനൻ. അപ്പോൾ അത്രയും ധ്രുവന്റെ പരമ്പരയിൽപ്പെട്ട ഈ വംശത്തിൽ ഒരു ശ്രേഷ്ഠനായ രാജാവ് ഉണ്ടായിരുന്നു എങ്കിൽ ഈ രാജ്യം ഇങ്ങനെ നശിച്ചു പോവുകയില്ല എന്ന് മനസ്സിലാക്കിയ മുനിമാർ വേനന്റെ ശവശരീരം കൊണ്ടുവരുവാൻ സുനീതിയോട് പറഞ്ഞു. അങ്ങനെ ആജ്ഞാപിച്ചു. അങ്ങനെ മഹർഷിമാർ വേനന്റെ ശരീരത്തിന്റെ കാൽത്തുടകളെ കടഞ്ഞു. അതിൽ നിന്ന് പൊക്കമൊക്കെ കുറഞ്ഞ ഒരു വികൃത മനുഷ്യൻ, ഒരു പുരുഷൻ ജനിച്ചു. കാക്കയെപ്പോലെ കറുത്ത നിറം, നീളം കുറഞ്ഞ ശരീരം, കുറിയ കൈകാലുകൾ, പതിഞ്ഞ മൂക്ക്, ചുവന്ന കണ്ണുകൾ, ചെമ്പിച്ച തലമുടി. ഇതായിരുന്നു അവൻ്റെ ആ രൂപം. അതായത് മരിച്ച വേനന്റെ കാൽ കടഞ്ഞ്, ആ ശരീരം സൂക്ഷിച്ചതിൻ്റെ കാൽ കടഞ്ഞ് ഒരു രൂപം ഉണ്ടാക്കിയപ്പോഴുണ്ടായ ആ വികൃത രൂപമാണിത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൻ ഈ രൂപം ദീനസ്വരത്തിൽ മഹർഷിമാരോട് ചോദിച്ചു. നിഷീദ, അതായത് ഇരിക്കൂ എന്ന് മഹർഷിമാർ അവനോട് പറഞ്ഞു. അതിനാൽ അവൻ നിഷാദ വംശത്തിന്റെ നേതാവായി മാറി. നിഷാദൻ എന്ന് വെച്ചാൽ കാട്ടാളൻ. അവൻ വനത്തിലേക്ക് പോവുകയും അവന്റെ വംശക്കാര് പിന്നീട് പർവ്വതങ്ങളിലും കാടുകളിലും ജീവിക്കുന്ന നിഷാദന്മാരായി മാറി. വേനന്റെ പാപത്തിൽ നിന്ന് ജനിച്ചവരായിരുന്നു ഈ നിഷാദ വംശം. മുനിമാർ പിന്നീട് വേനന്റെ കൈകൾ കടഞ്ഞു. വലത് കൈയിൽ നിന്നൊരു പുരുഷനും ഇടത് കൈയിൽ നിന്ന് ഒരു സ്ത്രീയും ജനിച്ചു. അത് ഒരേ സമയത്താണ് ഉണ്ടായത്. അവരെ കണ്ട് സന്തുഷ്ടരായ മഹർഷിമാർ പറഞ്ഞു, ലോകരക്ഷകനായ വിഷ്ണു ഭഗവാന്റെ അംശകലയാണ് ഇദ്ദേഹം. ഭഗവാനെ ഒരിക്കലും വിട്ടുപിരിയാത്ത ലക്ഷ്മി ദേവിയാണ് ഈ വനിതാരത്നം. ഇദ്ദേഹം ആദി രാജാവും പൃഥു എന്ന പേരിൽ പ്രസിദ്ധനുമായി തീരും. പരമസുന്ദരിയായ ഈ ദേവി സകല ഗുണങ്ങളും തികഞ്ഞവളാണ്. അങ്ങനെ പൃഥുവിന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കൊടുത്ത് പൃഥുവിനെ രാജാവായി അവിടെ വാഴിക്കുകയാണ് ചെയ്യുന്നത്. പൃഥുവിൻ്റെ ഭാര്യയായി ആ ലക്ഷ്മി ദേവിയുടെ അംശമായ ആ വനിതാരത്നത്തെയും അവരോധിച്ചു. അങ്ങനെ വേനന്റെ കൈകൾ കടഞ്ഞ് വലത് കൈയും ഇടത് കൈയിൽ നിന്നും ഉണ്ടായതാണ് പൃഥു രാജാവും രാജാവിൻ്റെ ഭാര്യയും. അത് ലക്ഷ്മി ദേവിയായിരുന്നു. ബ്രാഹ്മണർ പൃഥുവിനെ പ്രശംസിച്ചു. ഗന്ധർവ വളരെ സ്തുതികളൊക്കെ പാടി. സിദ്ധന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. ശംഖ്, തുര്യം, മൃദംഗം, ദുന്ദുഭി മുതലായ വാദ്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. ദേവന്മാരും ഋഷികളും പിതൃക്കളും അവിടേക്ക് വന്നു. ബ്രഹ്മാവ് ദേവശ്രേഷ്ഠരോടൊന്നിച്ച് അവിടെ വന്ന് പൃഥുവിന്റെ വലത്തെ കൈയിൽ ചക്രരേഖയും കാലടികളിൽ പത്മരേഖയും കണ്ടതിനാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന് അവർ ദേവന്മാർ നിശ്ചയിച്ചു. മറ്റു രേഖകളാൽ മുറിയപ്പെടാതെ ചക്രരേഖ ഉള്ളംകൈയിൽ തെളിഞ്ഞു കണ്ടാൽ അദ്ദേഹം സർവേശ്വരന്റെ അംശമാണെന്ന് മനസ്സിലാക്കാം. ബ്രാഹ്മണർ പൃഥുവിനെ രാജാവായി പട്ടാഭിഷേകം ചെയ്തു. അങ്ങനെ കുബേരൻ സ്വർണ സിംഹാസനം നൽകി.
ചക്രവർത്തിക്ക് വസ്ത്രാഭരണങ്ങളാൽ ദേവന്മാർ അലങ്കരിച്ചു. ഓരോ ദേവന്മാരും ഓരോരോ രാജാവിനെ അനുസരിച്ചുള്ള ഓരോരോ സന്നാഹങ്ങളും കൊടുക്കുകയാണ് ചെയ്തത്. വരുണനാകട്ടെ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന വെൺകൊറ്റക്കൊട കൊടുത്തു. വായുദേവൻ 2 വെൺചാമരങ്ങൾ സമ്മാനിച്ചു. ധർമ്മദേവൻ കീർത്തിയുടെ ചിഹ്നമായ ഒരു പൂമാലയും ഇന്ദ്രദേവൻ ഉത്കൃഷ്ടമായ കിരീടവും നൽകി. യമധർമ്മനാവട്ടെ ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ പറ്റിയ ഒരു ദണ്ഡും കൊടുത്തു. ബ്രഹ്മാവ് ദേവ സ്വരൂപിയായ ഒരു കവചവും സരസ്വതീ ദേവി ഉത്തമമായ ഒരു മുത്തുമാലയും നൽകി. വിഷ്ണു ഭഗവാൻ സുദർശന ചക്രവും ലക്ഷ്മി ഭഗവതി അനശ്വര സമ്പത്ത് നൽകി. പരമശിവൻ ഒരു വാളും പാർവതീദേവി പരിചയും നൽകി. ചന്ദ്രഭഗവാനാകട്ടെ ശ്രേഷ്ഠങ്ങളായ കുതിരകളെയും വിശ്വകർമാവ് തേരും സമ്മാനിച്ചു. അഗ്നിദേവൻ ആജഗവം എന്ന വില്ലും സൂര്യരശ്മികളെ പോലെ ജ്വലിക്കുന്ന ശരങ്ങളും കൊടുത്തു. ഭൂമിദേവി യോഗപ്രഭാവമുള്ള 2 പാതുകങ്ങൾ സമ്മാനിച്ചു. അന്തരീക്ഷ ദേവത ദിവസേന പുഷ്പവർഷം ചെയ്യാമെന്ന് പറഞ്ഞു. നാട്യം, വാദ്യം, ഗീതം, അന്തർധാന വിദ്യ എന്നിവ വിദ്യാധരന്മാർ സമർപ്പിച്ചു. ഋഷികൾ നിഷ്ഫലമായി തീരാത്ത അനേകം ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നൽകി. സമുദ്രദേവൻ പൃഥ്വിന് വിശിഷ്ടമായ ഒരു ശംഖ് സമ്മാനിച്ചു. സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ എന്നിവ പൃഥ്വിന്റെ തേര് സഞ്ചരിക്കുവാനുള്ള വഴി, അതിലെയൊക്കെ സഞ്ചരിക്കാനുള്ള വഴി അനുവദിക്കാമെന്ന് സമുദ്രദേവൻ സമ്മതിച്ചു. അപ്പോൾ ഭൂമിയിൽ എവിടെയും ഏത് പർവ്വതങ്ങളിലും ഏത് നദിയിലും സമുദ്രത്തിലും സഞ്ചരിക്കുവാൻ പൃഥ്വിനെ എല്ലാ ദേവന്മാരും വരുണദേവനും ഒക്കെ അനുഗ്രഹിക്കുകയാണ്. സൂതന്മാർ, മാഗധന്മാർ, വന്ദിതന്മാർ എന്നിവർ പൃഥ്വിനെ സ്തുതിക്കാൻ ആരംഭിച്ചു. പൗരാണിക കഥകളെ വർണ്ണിച്ച് സ്തുതിക്കുന്നവരാണ് സൂതന്മാർ. നേരിൽ ഗുണഗണങ്ങളെ വർണ്ണിച്ച് സ്തുതിക്കുന്നവരാണ് വന്ദിതർ. പൃഥു പുഞ്ചിരിയോട് അവരോടൊക്കെ പറയുകയാണ്, ഈ തങ്ങളെ സ്തുതിച്ച് പാടുന്ന ആൾക്കാരോട് പറയുകയാണ്, അല്ലയോ സൂത, മാഗധ, വന്ദി, ലോകത്തിൽ കീർത്തിമാനായി തീരുവാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെപ്പറ്റി സ്തുതിക്കൂ. അങ്ങനെ സ്തുതിച്ചാൽ അതിൻ്റെ അർത്ഥമുണ്ട്. ഇപ്പോൾ മാത്രം ജനിച്ചവനല്ലേ ഞാൻ? ദേവന്മാരുടെ സഹായം കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ വലിയ ചക്രവർത്തിയായി ഇപ്പോൾ അവരോധിക്കപ്പെട്ടത്? നിങ്ങളുടെ വാക്ക് സത്യസന്ധമായി തീരണമെങ്കിൽ ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് ശ്രേഷ്ഠനായി മാറണം. നിങ്ങൾ എന്നെ സ്തുതിക്കുന്നതനുസരിച്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് കാലം ഇവിടെ ജീവിച്ച് ശ്രേഷ്ഠമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് കീർത്തിമാനായി മാറുകയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചെയ്യുന്നത് വെറും മുഖസ്തുതി മാത്രമാണ്. ഞാനിപ്പോൾ യാതൊരു ശ്രേഷ്ഠ കർമ്മങ്ങളും ചെയ്തിട്ടില്ലല്ലോ, ഒരു പ്രസിദ്ധിയും സമ്പാദിച്ചിട്ടില്ല. അപ്രകാരമുള്ള ഞാൻ അല്പന്മാരെ പോലെ നിങ്ങളെ കൊണ്ട് എന്നെ സ്തുതിപ്പിക്കുന്നത് ഒരു വിധത്തിലും ശരിയല്ല എന്ന് പൃഥു ചക്രവർത്തി പറയുകയാണ്. സാക്ഷാൽ ശ്രീനാരായണന്റെ അംശാവതാരമാണ് പൃഥു ചക്രവർത്തി. വേനൻ എന്ന മഹാക്രൂരനായ രാജാവിന്റെ കൈകളിൽപ്പെട്ട് ദേവിയും ഭൂമിയിലുള്ള ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ വിഷമിക്കുന്ന അവസരത്തിലാണ് ഈ മഹർഷീശ്വരന്മാർ വേനന്റെ കൈകളെ കടഞ്ഞെടുത്ത് ലക്ഷ്മി ഭഗവതിയുടെ അംശാവതാരത്തെയും ഭഗവാൻ ശ്രീനാരായണന്റെ അംശാവതാരമായ പൃഥുവിനെയും സൃഷ്ടിച്ചത്. അപ്പോൾ ലോകരക്ഷയ്ക്ക് വേണ്ടി, ഭൂമിയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി പൃഥു അവതാരം ചെയ്യുകയാണ്. ആ പൃഥുവിലൂടെയാണ് പിന്നീട് ഭൂമിദേവി പൃഥ്വിയായി മാറി പൃഥുവിൻ്റെ മകളായി മാറുന്ന ചരിതമാണ് അടുത്ത ഭാഗത്ത് നമുക്ക് വിവരിക്കുവാനുള്ളത്. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധമാണ് നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രചേതസ്സുകളുടെ ഉൽപ്പത്തിയെ പറ്റിയാണ്. പ്രചേതസ്സുകൾ ഈ ധ്രുവ വംശപരമ്പരയിൽ തന്നെ ഉള്ളവരാണ്. ധ്രുവന്റെ വംശപരമ്പരയിലുള്ള രാജാവായിരുന്നു അംഗരാജാവ്. സുനീധി ഭാര്യ, അവരുടെ മകനാണ് ദുഷ്ടനായ വേനൻ. വേനന്റെ തുടകളിൽ നിന്ന് കടഞ്ഞെടുത്ത ആളാണ് നിഷാദ വംശത്തിലെ നേതാവായി മാറിയതും. അങ്ങനെ
നിഷാദനായി കാട്ടാളൻ വംശമായി മാറി വേനന്റെ ദുഷ്ടപ്രവർത്തികളുടെ ഫലമായിട്ടുള്ള വംശമാണ് നിഷാദ വംശം. ഈ വേനനെ മഹർഷിമാർ ഹുങ്കാര ശബ്ദത്തോടുകൂടി ശപിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അവർ തന്നെയാണ് രാജാവാക്കിയതും. പക്ഷേ ധർമ്മം നിലനിർത്തുവാൻ സാഹചര്യമുള്ള യാതൊന്നും ചെയ്യാത്തത് കാരണം അധർമ്മിയായ വേനനെ മഹർഷിമാർ തന്നെ ശപിക്കുന്നു. അതിനുശേഷം ആ ശവശരീരം സുനീതി സൂക്ഷിക്കുന്നു കേടുകൂടാതെ മന്ത്രശക്തി കൊണ്ട്. അങ്ങനെ കൈകളിൽ നിന്ന് വലത് കൈയും ഇടത് കൈയും കടഞ്ഞെടുത്താണ് പൃഥ്വിരാജാവും ലക്ഷ്മി ഭഗവതിയായ പൃഥുവിൻ്റെ ഭാര്യയും ഒരേ സമയം തന്നെ മഹർഷിമാർ സൃഷ്ടിച്ചെടുക്കുന്നത്. അവരാണ് പിന്നീട് ഭഗവാനോടും ലക്ഷ്മി സമേതനായ ആ ഭഗവാനോടെ പോലെ പൃഥു രാജാവ് മഹാരാജാവായി മഹാചക്രവർത്തിയായി ഭൂമിയെ പരിപാലനം ചെയ്യുവാൻ, ജനങ്ങളെ ശാന്തമായി സംരക്ഷിക്കുവാൻ മഹർഷിമാർ അവരെ ഭരമേൽപ്പിക്കുകയാണ്. പൃഥുവിൽ നിന്ന് പൃഥ്വി, അതായത് ഭൂമിദേവിയുടെ പേര് പൃഥ്വി എന്നുണ്ടായത് പൃഥുവിൻ്റെ മകളായി മാറിയത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ വിവരിക്കാം. അപ്പോൾ എല്ലാവരും ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ, തൃതീയ സ്കന്ധം, ചതുർത്ഥ സ്കന്ധം, പഞ്ചമസ്കന്ധം, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക. ഭഗവാൻ അവതാരം കൊള്ളുന്ന ആ ദശമസ്കന്ധം മുതൽ അങ്ങോട്ടുള്ള ഭഗവാന്റെ ലീലകൾ കേട്ട് ആനന്ദിക്കുന്നത് പോലെ തന്നെ അതിനു മുൻപുള്ള കാലഘട്ടത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ദേവഗണങ്ങളെക്കുറിച്ചും ഭൂമി ഭരിച്ച് ശ്രേഷ്ഠമായിട്ടുള്ള വംശപരമ്പരകളെക്കുറിച്ചും എല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം. ഭാഗവതം മൊത്തത്തിൽ നമ്മുടെ ഭഗവാൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും, അത് നന്മയും തിന്മയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായ പ്രപഞ്ച ഘടനയുടെ പരിച്ഛേദമാണ് ഭാഗവതം. ഇതിലില്ലാത്തത് വേറെ എവിടെയുമില്ല. ഇവിടെ ഉള്ളത് മാത്രമാണ് ഭാഗവതം. അത് എല്ലാവരും അത് ശ്രദ്ധിക്കുക, കേൾക്കുക, അത് നിത്യേന പാരായണം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.